സിംഗിൾ ഓണർഷിപ്പ്, മാരുതി 800, 60,000 കിലോമീറ്റർ. അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ് ആസ്കിങ്? പ്രൈസ് വന്നിട്ട് 92 രൂപ. 92 ആസ്കിങ് പ്രൈസ്. പവർ സ്റ്റിയറിംഗ്, AC, 2 ഡോർ പവർ വിൻഡോ. പിന്നെ നാനോ ട്വിസ്റ്റ് അല്ലേ? ഓ, വിഷുവിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? വെറും 99 രൂപ. 99,000 രൂപ നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ? അതെ. അപ്പോൾ ഇതെങ്ങനെ വാങ്ങേണ്ട പ്രൈസ്? 1.5 വരുന്നത്. ആസ്കിങ് പ്രൈസ് അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ വിഷ്ണുവിൻ്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതിൻ്റെ പ്രൈസ് 1.70 നെഗോഷ്യബിൾ ആണ്. 1.70 ആസ്കിങ് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അതെ. പിന്നെ 2021 മോഡൽ VXi സിംഗിൾ ഓണർഷിപ്പ് ആണ്. നെക്സ്റ്റ് ഗ്രാൻഡ് ആയിട്ട് എങ്ങനെയാണ്? ഇത് 2019 വണ്ടി. കിലോമീറ്റർ വന്നിട്ട് ഇത് വന്നിട്ട് സെലറി ZXi ഫുൾ ഓപ്ഷൻ വണ്ടി. 2020 മോഡൽ. ഇത് വന്നിട്ട് ക്ലാൻസ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2023 മോഡൽ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് ട്രൂ വാല്യൂലാണ് കേട്ടോ. പോപ്പുലർ ട്രൂ വാല്യൂ മണ്ണന്തലയിലാണ്. ഇവിടെ ലോ ബഡ്ജറ്റ് കാറിന് ഒരു കളക്ഷൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലോ ബഡ്ജറ്റ് കാറുകളും മിഡിൽ സെഗ്മെൻറ്റുകളിലും എല്ലാത്തിൻ്റെയും കളക്ഷൻ വരുന്നുണ്ട്. ലൊക്കേഷൻ തിരുവനന്തപുരം മണ്ണന്തല. നമ്മുടെ അടുത്ത് വിഷ്ണു വീഡിയോയുടെ സ്വാഗതം. അപ്പം ഇപ്പം ഈ മാസം അവസാനമായപ്പോൾ എന്താണ് പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങൾ? ഓഫർ എന്ന് പറയുമ്പോൾ നമുക്ക് 200 പരം വാഹനങ്ങളുണ്ട്. അതിലെല്ലാ വണ്ടികൾക്കും നമ്മൾ 5,000 രൂപ വെച്ച് അക്സസറീസ് ഓഫർ കൊടുക്കുന്നുണ്ട്. 5,000 രൂപ എക്സ്ട്രാ? അതെ. ഓക്കെ. പിന്നെ നമുക്ക് 1800 തൊട്ട് 18 ലക്ഷം രൂപ വരെയുള്ള വണ്ടികളാണ് നമുക്കിപ്പോൾ നിലവിലിവിടെ ഉള്ളത്. ഓക്കെ. 1800 വരെ ഉണ്ട്. അതെ അതെ. ഓക്കെ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ മാസം ഫണ്ട്, അതായത് ഈ മന്ത് എൻഡിൽ നമ്മൾ ഫണ്ട് ഫുള്ളാക്കുന്ന കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടല്ലേ? അതെ. അത് പോയിട്ട് 5,000 രൂപയുടെ ഗിഫ്റ്റ് എന്താ പറയുക, ആക്സസറീസ്. ഓക്കെ. ഇപ്പം ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം മുതൽ ലോൺ നമുക്കൊരു 12-13 തൊട്ടൊക്കെ സ്റ്റാർട്ട് ആവും. ഓക്കെ. അപ്പോൾ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് നമ്മുടെ ചാനൽ കൂടി ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സ്ക്രീനിൽ കൊടുക്കാം നമ്പർ. അപ്പം വിഷ്ണു ഫസ്റ്റ് വേണ്ടി മാരുതി 800. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വന്നിട്ട് 2013 വണ്ടി. സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ്. 2013 സിംഗിൾ ഓണർഷിപ്പ്. 13 സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. കിലോമീറ്റർ വന്നിട്ട് വെറും 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്രേ ഓടിയിട്ടുള്ളൂ. ഓക്കെ. KL 01 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടിയാണ്. പക്ഷേ ബോഡി കുഴപ്പമില്ല, ഇവിടുത്തെ ഇരിപ്പുണ്ട്. ടയർ കണ്ടീഷൻ ഒരു 60% ടയറൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 60,000 കിലോമീറ്റർ അല്ലേ? അതെ. ജെനുവിനായിരിക്കുമോ? ജെനുവിനാണ്. അപ്പോൾ 2013 സിംഗിൾ ഓണർഷിപ്പ്, മാരുതി 800, 60,000 കിലോമീറ്റർ. അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ് ആസ്കിങ്? പ്രൈസ് വന്നിട്ട് 92 രൂപ. 92 ആസ്കിങ് പ്രൈസ് അല്ലേ? ചെറിയ വേരിയേഷൻ ഉണ്ട് അവിടെ. അപ്പോൾ വിഷ്ണു നെക്സ്റ്റ് സെനെസ്റ്റിലോ? അതെ. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? സെനെസ്റ്റിലോ വന്നിട്ട് 2007-8 രജിസ്ട്രേഷനാണ്. 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര കിലോമീറ്റർ? 59,000. LXi ആണ്. 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC. ഓക്കെ. LXi അല്ലേ? അതെ. അതിൻ്റെ അടുത്ത ടെസ്റ്റ് എപ്പോഴാണ് വരുന്നത്? ടെസ്റ്റ് 28. ഓക്കെ. വണ്ടി ബോഡി ഓവർ കണ്ടീഷൻ കുഴപ്പമില്ല, വണ്ടിൻ്റെ ഇരിപ്പുണ്ട്. ടയർ കണ്ടീഷൻ ഒരു ഓൾമോസ്റ്റ് ഒരു 60% ടയർ ഉണ്ടല്ലേ? 65. ഇതിൻ്റെ കണ്ടീഷൻ വൃത്തിയുണ്ട്. അവിടെ സീറ്ററൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അതൊരു സ്റ്റീരിയോ ഉണ്ട്, 2 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്, LXi വേരിയൻറ്റ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ വിഷ്ണു? ഇല്ല. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? അതെ. വിഷ്ണുവിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? വെറും 99 രൂപ. 99,000 രൂപ നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ? അതെ. ഡാറ്റ്സൺ റെഡിഗോ? അതെ. 2016 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പാണ്? അതെ. ഓക്കെ. കിലോമീറ്റർ 60 സംതിങ് ഓടിയിട്ടുള്ളൂ. ഓക്കെ. വണ്ടി മാനുവലല്ലേ? വണ്ടി മാനുവലാണല്ലോ? മാനുവൽ. ഓക്കെ. ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ സ്ക്രാച്ചസ് ഉണ്ട്. ഈ ഇന്റർ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക്കാണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് അല്ലേ? അതെ. വേറെ പ്രശ്നമൊന്നുമില്ല വണ്ടി? ഇല്ല. ഓക്കെ. ഡാറ്റ്സൺ റെഡി കൂടെ മൈലേജ് എങ്ങനെ? ഒരു 18 മൈലേജ് കിട്ടത്തില്ലേ? 16-17 റേഞ്ച് കിട്ടുമല്ലോ. അപ്പോൾ വിഷ്ണു എൻ്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് 1.70 നെഗോഷ്യബിൾ ആണ്. 1.70 നെഗോഷ്യബിൾ ആണ്. അതെ. ഫിനാൻസ് എത്ര രൂപയുടെ? ഫിനാൻസ് നമുക്ക് 5 years വരെ ഫിനാൻസ് കിട്ടും. 85% വരെ ഫണ്ടിങ് ഉണ്ട്. ഓക്കെ. വാഗണർ എങ്ങനെ? ഇത് വന്നിട്ട് 2016 മോഡൽ. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ ഒരു 85-86 ഓടിയിട്ടുള്ളൂ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. കേട്ടില്ല. കിലോമീറ്റർ എത്ര ആവുന്നത്? 85-86 ഓടിയിട്ടുള്ളൂ. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കമ്പനി സർവീസിനാണല്ലോ? അതെ. ഇതിൻ്റെ കണ്ടീഷൻ സീറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇൻബിൽറ്റ് സീറ്റ്, 4 ഡോർ പവറിൻ്റെ പോർഷനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. വിഷ്ണു വേറെ മേജർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. ടയർ കണ്ടീഷൻ 60-70% ടയറുണ്ട്. VXi വേരിയൻറ്റ്. വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇതെങ്ങനെ അതിൻ്റെ പ്രൈസ്? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 340 ആണ്. 340 ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? ഫിനാൻസ് നമുക്കൊരു 5 years വരെ ഫിനാൻസ് കിട്ടും. 85% വരെ ഫണ്ടിങ് കിട്ടും. പക്ഷേ വാഗണർ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? വാഗണർ വന്നിട്ട് 2008 മോഡൽ. 120 ഓടിയിട്ടുള്ളൂ. 28 വരെ പേപ്പറുണ്ട്. 1.1 4 സിലിണ്ടറാണ്. LXi വേരിയൻറ്റ്. 1.1 4 സിലിണ്ടർ പഴയ എഞ്ചിൻ അല്ലേ? പിന്നെ LXi ആണ്. 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC എല്ലാം. അലോയ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ ആവറേജ് ആണ് കേട്ടോ. ഈ വണ്ടി വാഷ് ചെയ്ത് ക്ലിയർ ആക്കുമല്ലോ? വാഷ് ചെയ്തിട്ടില്ല, അങ്ങനെ കിടപ്പുണ്ടെന്നോ? ഓക്കെ. സീറ്റ് വർക്ക് ഉണ്ട്. ഇതിനകത്ത് 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ. ഓക്കെ.
അപ്പോൾ ഇതെങ്ങനെ വാങ്ങേണ്ട പ്രൈസ്? 1.5 വരുന്നത്. ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ. നെക്സ്റ്റ് ടാറ്റ നാനോ. ടാറ്റ നാനോ എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? 2014 മോഡലാണ്. XT എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. 14 XT. പവർ സ്റ്റിയറിംഗ്, AC, 2 ഡോർ പവർ വിൻഡോ. നാനോ ട്വിസ്റ്റ് അല്ലേ? ഓ ഓക്കെ, ട്വിസ്റ്റാണ്. പവർ സ്റ്റിയറിംഗ് AC വരുന്നുണ്ട്. പവർ വിൻഡോ വരുന്നുണ്ടോ? 2 ഡോർ പവർ വിൻഡോ. എയർ 4 പുത്തൻ്റെ എയർ ഉണ്ടല്ലേ? അതെ. 4 പുത്തൻ്റെ എയറിൻ്റെ കിലോമീറ്റർ 79,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 79,000 കിലോമീറ്റർ. ഓക്കെ. ഇന്റർ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക്കാണ്, പക്ഷേ അഴുക്കുണ്ട്. അതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ ഉണ്ട് അല്ലേ? AC വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അഡീഷണൽ ഒരു ക്യാരിയർ ഒക്കെ പറ്റിയതുണ്ട് കേട്ടോ. അപ്പോൾ ടാറ്റ നാനോ 2014 എങ്ങനെയാണ് പ്രൈസ് വന്നിട്ട് 1.5 നമുക്ക് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, നെഗോഷ്യബിൾ ആണ്. പക്ഷേ സെലേരിയോ അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് വന്നിട്ട് സെലേരിയോ ZXi ഫുൾ ഓപ്ഷൻ വണ്ടി, 2020 മോഡൽ. 20 ZXi അല്ലേ? അതെ. ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ കിലോമീറ്റർ 68 ഓടിയിട്ടുള്ളൂ. 68,000 കിലോമീറ്റർ. അതെ. റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ. സർവീസ് ഷോറൂം സർവീസ് തന്നെയാണല്ലോ? സർവീസ് ഷോറൂം സർവീസ് ആണല്ലോ? അതെ. ടയറെല്ലാം പുത്തൻ ടയറുണ്ടല്ലേ? ഓക്കെ. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല, മൈനൂട്ട് സ്ക്രാച്ചസ് ഒക്കെ ഉള്ളൂ. സീറ്റ് കവറുണ്ട്, ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, ഫോട്ടോ പവറുണ്ട്, പവർ സ്റ്റിയറിംഗ്, സ്റ്റീറിംഗ് മൗണ്ട് കൺട്രോൾസ്, എയർ ബാഗ്, സിംഗിൾ എയർ ബാഗാണ് വരുന്നത്. അതെ. ഓക്കെ. അലോയ്സ് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 460 വരുന്നത്. 460 ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ. ഫിനാൻസോ? ഫിനാൻസ് 5 years വരെ ഫിനാൻസ് കിട്ടും. 85% വരെ ഫണ്ടിങ് ആണ്. പക്ഷേ നെക്സ്റ്റ് ഗ്രാൻഡ് ആയിട്ട് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വന്നിട്ട് ഗ്രാൻഡ് ആയിട്ട് മാഗ്ന എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മോഡൽ ഏതാ? മോഡൽ 2019 ആണ്. 2019? അതെ. ഓക്കെ. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 50. ഓക്കെ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. സീറ്റ് ഫാബ്രിക്കാണ്, നീറ്റാണ്. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, ഫോട്ടോ പവറുണ്ട്, പവർ സ്റ്റിയറിംഗ്, സ്റ്റീറിംഗ് മോഡ്, പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. വീൽ എയർ ബാഗ് എല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. എയർ കണ്ടീഷൻ വന്നിട്ട് ഇത് 60% ടയറുണ്ട്. വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. 1.2. ഓക്കെ. പക്ഷേ കാഴ്ചയിൽ വൃത്തിയുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. ഗ്രാൻഡ് പെട്രോളാണ്. മൈലേജ് വന്നിട്ട് പെട്രോൾ അല്ലേ? അതെ. മൈലേജ് വന്നിട്ട് ഒരു 12-13 റേഞ്ച്. 13 അല്ല, ഒരു 15-16 കിട്ടും എന്തായാലും. ഓക്കെ. അപ്പോൾ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് വന്നിട്ട് 435 ആണ്. 435 ആസ്കിംഗ് പ്രൈസ് അല്ലേ? ഫിനാൻസ് നമുക്ക് ഒരു 5 years 85% വരെ ഫണ്ടിങ് കിട്ടും. പക്ഷേ നെക്സ്റ്റ് സെലേരിയോ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് വന്നിട്ട് 2018 വണ്ടി, BXi സിംഗിൾ ഓണർഷിപ്പാണ്. 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഓക്കെ. BXi സിംഗിൾ ഓണർഷിപ്പ്. അതെ. റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. ഓക്കെ. സർവീസ് പുറത്തേക്ക് കമ്പനിയാണോ? കമ്പനി സർവീസാണ് വരുന്നത്. ഓക്കെ. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. ഒരു 50% ടയറുണ്ട്. ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ക്ലിയർ ആയി കൊടുക്കും വിഷ്ണു? എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇന്റർ കണ്ടീഷൻ സീറ്റ് കവർ ചെയ്തിട്ടുണ്ടോ? അതിനകത്ത് സ്റ്റീൽ വരുന്നുണ്ട്, ഫോട്ടോ പവറുണ്ട്, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, സെൻട്രൽ ലോക്കും വരുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. സെലീരിയോ VXi അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് 395 നെഗോഷ്യബിൾ ആണ്. 3 ചോദ്യം നെഗോഷ്യബിൾ ആണ്. അതെ. പക്ഷേ നെക്സ്റ്റ് ബ്രസ റെഡ് കളർ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് വന്നിട്ട് 2021 മോഡൽ, BXi സിംഗിൾ ഓണർഷിപ്പാണ്. പെട്രോൾ VXi അല്ലേ? 35,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. വേരിയൻ്റ് ഏതാ വരുന്നത്? വേരിയന്റ് VXiയിൽ തന്നെ പുഷ് ബട്ടൺ വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC, പിന്നെ അലോയ് വീൽസ് അഡീഷണൽ, കമ്പനി അലോയ് വീൽസ് അഡീഷണൽ ചെയ്തതാണ്. അഡീഷണൽ ഒറിജിനൽ ചെയ്തിട്ടുണ്ടല്ലേ? അതെ. ടയർ കണ്ടീഷൻ 80% ടയറുകളുണ്ട്. സ്ക്രാച്ചസ് ഡെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. കീല സെൻട്രൽ വരുന്നുണ്ട്, ആക്സസറി ഫിറ്റ്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. കീല സെൻട്രൽ വരുന്നുണ്ട്, പുഷ് സ്റ്റാർട്ട് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് ഓഡി കൺട്രോൾ, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC, എയർ ബാഗ്, ABS, സെൻട്രൽ ലോക്ക്, സീറ്റ് കവർ എല്ലാം ഉണ്ടല്ലേ? അതെ. പിന്നെ ഓട്ടോ മിറർ ഫോൾഡിങ് എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാം വരുന്നുണ്ടല്ലേ VXi തന്നെ? അപ്പോൾ വിഷ്ണുവിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് വന്നിട്ട് 820 ആണ് വരുന്നത്. 20 ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ. അപ്പോൾ പിന്നെ ഫിനാൻസ് എങ്ങനെ വരും? ഫിനാൻസ് നമുക്കൊരു 5 years കിട്ടും, 85% വരെ ഫണ്ടിങ് ഉണ്ട്. പിന്നെ 6 months മാരേജ് വാറണ്ടി, 3 ഫ്രീ സർവീസ് എല്ലാം വരുന്നുണ്ട്. വിഷ്ണു നെക്സ്റ്റ് ടൊയോട്ട ഗ്ലാൻസ. അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് വന്നിട്ട് ഗ്ലാൻസ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2023 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണോ മാനുവലാണോ? മാനുവൽ പെട്രോൾ. ഓക്കെ. പിന്നെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് എല്ലാം വരുന്നുണ്ട്. 360 ഡിഗ്രി ക്യാം, 360 ക്യാമറ വരുന്നുണ്ട്. 360 ഡിഗ്രി ക്യാം വരുന്നുണ്ട്. പിന്നെ 6 എയർ ബാഗ്, ABS കാര്യങ്ങളൊന്നും നീറ്റ് ആയിട്ടുണ്ട്. 360 ക്യാമറ ഇൻബിൽറ്റ് വരുന്നില്ലേ? പിന്നെ അതെ കമ്പനി ഇൻബിൽറ്റ് വരുന്നതാണ്. ഓക്കെ. സീറ്റ് ഫാബ്രിക് ആണോ നീറ്റ് ആയിട്ടുണ്ട്? പിന്നെ ഹെഡ് ഓഫ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഹെഡ് ഓഫ് ഡിസ്പ്ലേ, ഓട്ടോമാറ്റിക് AC എല്ലാം വരുന്നുണ്ട്. അതിന് പറയാനൊന്നുമില്ല. പുഷ് സ്റ്റാർട്ട്, കീല സെൻട്രൽ എല്ലാം വരുന്നുണ്ടല്ലേ? ആണ് ടോപ്പ് ആൻഡ് വേരിയന്റ്. അതെ. ഓക്കെ. ടൊയോട്ട ഗ്ലാൻസ് ടോപ്പ് ആൻഡ് വേരിയന്റ്, പെട്രോൾ, മാനുവൽ. അതെ. ഓണർഷിപ്പ് സിംഗിൾ. അതെ. എത്ര പ്രൈസ്? ഇത് 850 വരും. 850 ആസ്കിംഗ് അല്ലേ? ഫിനാൻസോ? ഫിനാൻസ് ഒരു 85%. പിന്നെ 5 years ഫിനാൻസും കിട്ടും. പക്ഷേ നെക്സ്റ്റ് ബലെനോ 2024 മോഡൽ, സീറ്റ തേർഡ് വേരിയന്റ് ആണ്, സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. കിലോമീറ്റർ വന്നിട്ട് 9,000 ചില്ലാനെ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല.
റീപ്ലേസ്മെന്റ് ആക്സസറി ഒന്നുമില്ല. ഷോറൂം സർവീസ് തന്നെയാണല്ലോ? അതെ അതെ. കിലോമീറ്റർ 9000. 9000 ചില്ലുവാനേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പം ടയറൊക്കെ തേയ്മാനമുള്ളൂ കേട്ടോ. പിന്നെ മാരുതി വാറണ്ടി ഉണ്ട്, അതുകൂടാതെ തന്നെ എക്സ്റ്റൻഡ് വാറണ്ടി 2029 വരെ എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്. 29 എക്സ്റ്റൻഡ് വാറണ്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ 6 എയർ ബാഗ്, ABS, പിന്നെ പുഷ് ബട്ടൺ, ടച്ച് സ്ക്രീൻ എല്ലാം വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, സ്റ്റീയർ മൗണ്ട് കൺട്രോൾസ്, പവർ എല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ, ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. മാനുവൽ അല്ലേ? അതെ. ഓക്കെ, ഇതിന് മൈലേജ് എങ്ങനെ വരും അപ്പം? ഇതൊക്കെ ഒരു 18-20 അറേഞ്ച് ചെയ്യും പെട്രോൾ. ഓക്കെ, അപ്പോൾ പ്രൈസ് വന്നിട്ട് 795 ആണ് വരുന്നത്. 795. ഓക്കെ, ആസ്കിംഗ് പ്രൈസ് അല്ലേ? ചെറിയ വേരിയേഷൻ വരും. ഫിനാൻസ് നമുക്കൊരു 85% കിട്ടും. വിഷ്ണു, അടുത്ത SL6 അല്ലേ? എങ്ങനെയാ ഇത്? വന്നിട്ട് 2021-22 രജിസ്ട്രേഷനാണ് വരുന്നത്. സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ, 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വിഷ്ണു, വേറെ ആക്സസറി കാര്യങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? ഒന്നുമില്ലല്ലോ. ആക്സസറീസ്, റെയിൻ ഗാർഡ്, സൈഡ് ബീഡിങ്, അങ്ങനത്തെ കാര്യങ്ങൾ. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, സീറ്റ് ഫാബ്രിക് ആണ് അവിടെ. ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് കേസ്, സ്റ്റീയർ മോഡ് കൺട്രോൾസ്, വാട്ടർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, റൂഫ് AC എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ SL6 ഇത് 6 സീറ്റർ ആണോ 7 സീറ്റർ ആണോ? ഇത് 6 സീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ പ്രൈസ്? ഇത് വന്നിട്ട് 965 ആണ്, നെഗോഷ്യബിൾ ആണ്. 965. അതെ, ആസ്കിംഗ് പ്രൈസ്. അതെ. ഫിനാൻസ് നമുക്ക് 85% വരെ കിട്ടുമല്ലോ. ഓക്കെ, പക്ഷേ വീഡിയോ അതിൻ്റെ അല്ലേ? അത്യാവശ്യം കുറേ വണ്ടികൾ കാണിച്ചിട്ടുണ്ട്, വേറെ സ്റ്റോക്കിൽ കിടപ്പുണ്ടല്ലോ. അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ.